Dear students, 8th standard students ഹൈസ്കൂളിൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും വർക്ക്ഷീറ്റ് എഴുതുന്നത്. വർക്ക്ഷീറ്റ് എഴുതിയതിനു ശേഷം പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസിയായി ചെയ്തു തീർക്കാൻ പറ്റും. 8th സ്റ്റാൻഡേർഡ് IT-യിലെ ഫസ്റ്റ് ചാപ്റ്ററായ കളർഫുൾ ഇമേജസ് ഓൺ ദ വേൾഡ് എന്നതിൻ്റെ വർക്ക്ഷീറ്റാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. മിക്കവാറും എല്ലാവരും വർക്ക്ഷീറ്റ് സ്വന്തം തയ്യാറാക്കിയിരിക്കും. ഇനി എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വർക്ക്ഷീറ്റ്. ഓക്കെ, ഇതാണ് വർക്ക്ഷീറ്റിൻ്റെ മോഡൽ. അപ്പോൾ നമുക്ക് വർക്ക്ഷീറ്റ് എഴുതാൻ തുടങ്ങാം. ആദ്യം നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റഡ് വർക്ക്ഷീറ്റ് ആയിരിക്കും ഉണ്ടാവാൻ തോന്നുന്നു. പ്രിൻ്റഡ് വർക്ക്ഷീറ്റ് ആണെങ്കിൽ വർക്ക്ഷീറ്റ് അതിൽ പ്രിൻ്റ് ഉണ്ടാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഞാനിവിടെ പ്രിൻ്റഡ് വർക്ക്ഷീറ്റിൻ്റെ മോഡലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം വർക്ക്ഷീറ്റ് നമ്പർ എഴുതുക. ദിസ് ഈസ് ദ ഫസ്റ്റ് വർക്ക്ഷീറ്റ്. സോ യു ഗിവ് വർക്ക്ഷീറ്റ് നമ്പർ ആസ് 1. ദെൻ നെക്സ്റ്റ് ഡേറ്റ് ആണ്. ഡേറ്റ് നിങ്ങൾക്ക് എന്നാണോ ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ ചെയ്തത് ആ ഡേറ്റ് അവിടെ കൊടുക്കുക. നെക്സ്റ്റ് നെയിം ഓഫ് ദ ആക്ടിവിറ്റി, പ്രവർത്തനത്തിൻ്റെ പേര്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തയ്യാറാക്കിയത് ഒരു ബേർഡ് മരക്കൊമ്പിലിരിക്കുന്നതും അതിൻ്റെ ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ടുമാണ്. സോ നെയിം ഓഫ് ദ ആക്ടിവിറ്റി ഈസ് എ ബേർഡ് ഓൺ ദ ബ്രാഞ്ച്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഓർ പ്രൊഡക്റ്റ്, പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നം. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണ്, ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സ്മോൾ സ്കെച്ച് അവിടെ വരച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടല്ലോ പിക്ചർ. ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓർ ദ പ്രൊഡക്റ്റ് വി എക്സ്പെക്റ്റഡ് ഈസ് a picture of a small bird sitting on a branch of a tree with a beautiful background. Okay. Then next the software required, ആവശ്യമായ സോഫ്റ്റ്വെയർ. നമ്മൾ ക്രിറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ പിക്ചർ തയ്യാറാക്കുന്നത്. സോ സോഫ്റ്റ്വെയർ നെയിം ഈസ് ക്രിറ്റ. നെക്സ്റ്റ് പ്രിപ്പറേഷൻ മെറ്റീരിയൽസ്, മുന്നൊരുക്കം സാമഗ്രികൾ എന്തൊക്കെ വേണം എന്ന് അവിടെ സൂചിപ്പിക്കുക. ഗെറ്റ് ഫെമിലിയർ വിത്ത് ക്രിറ്റാസ് ഇൻ്റർഫേസ് ആൻഡ് ടൂൾ. ക്രിറ്റ സോഫ്റ്റ്വെയറും അതിൻ്റെ ഇൻ്റർഫേസും ടൂൾസിനെ കുറിച്ചൊക്കെ ഉള്ള അറിവ് നിങ്ങൾ ഈ പിക്ചർ ചെയ്യുന്നതിൻ്റെ മുന്നേ വേണം. ആ അറിവാണ് നിങ്ങൾ ഈ പിക്ചർ വരയ്ക്കാൻ സഹായിക്കുന്നത്. റിക്വയർഡ് ടൈം, വരച്ച് വരുമ്പോൾ ഒരു 2 hours ഒക്കെ വേണ്ടി വരും. നിങ്ങൾ ഫസ്റ്റല്ലേ ക്രിറ്റ പരിചയപ്പെടുന്നത്, അപ്പോൾ ഒരു 2 hours വേണം ഇത് വരയ്ക്കാൻ. ദെൻ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, സ്റ്റേജസ്, പ്രവർത്തനക്രമം, ഘട്ടങ്ങൾ. എന്തൊക്കെയാണ് ഇത് ചെയ്യാനായിട്ട് നമ്മളുടെ പ്രവർത്തന സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരയ്ക്കാനായിട്ട് നമുക്ക് ക്രിറ്റ സോഫ്റ്റ്വെയർ ആണ്. എങ്ങനെയാണ് ക്രിറ്റ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യത്തെ സബ് ഹെഡിങ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് സബ് ഹെഡിങ് ടു ഓപ്പൺ ക്രിറ്റ സോഫ്റ്റ്വെയർ. ഇങ്ങനെയാണ് ക്രിറ്റ സോഫ്റ്റ്വെയർ തുറക്കുന്നത്. ഷോ ആപ്ലിക്കേഷൻ ബട്ടൺ ഓൺ ദ ഡെസ്ക്ടോപ്പ്. Then type Krita in the search box. Then open Krita. Second subheading to create a new file. നമ്മൾ Krita സോഫ്റ്റ്വെയർ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ന്യൂ ഫയൽ. ന്യൂ ഫയലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഓൺ ദ സ്റ്റാർട്ട് സ്ക്രീൻ. Then in the window that appears, select landscape. നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ഈ ബേർഡിനെ വരയ്ക്കുന്നത്. അതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുന്നു. എൻ്റർ ദ ഡിസൈർഡ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഫോർ ദ ക്യാൻവാസ്. ക്യാൻവാസിൻ്റെ വിഡ്ത്തും ഹൈറ്റും എൻ്റർ ചെയ്യുന്നു. ക്ലിക്ക് ഓക്കെ ടു ക്രിയേറ്റ് ദ ക്യാൻവാസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സബ്ഹെഡിങ് ടു ഡ്രോ ട്രീ ബ്രാഞ്ച്. ട്രീ ബ്രാഞ്ച് എങ്ങനെയാണ് വരയ്ക്കുന്നത്. ലെയർ ഡോക്കർ, അതിൽ തന്നെ നമ്മൾ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യണം.
ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് വരയ്ക്കുമ്പോഴേ നമുക്ക് ഈസി ആയിട്ട് ഓരോ ലെയറായിട്ട് സെലക്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം ലെയർ ഡോക്കറിൽ പോകുന്നു. അവിടെ ആഡ് ന്യൂ ലെയർ, ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവുമല്ലോ, ദാറ്റ് ഈസ് ആഡ് ന്യൂ ലെയർ. നമ്മൾ പുതിയ ലെയർ ആഡ് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ആൻഡ് റീനെയിം ഇറ്റ് ആസ് ബ്രാഞ്ച്. ആ ലെയറിന് പേര് കൊടുക്കുന്നു ബ്രാഞ്ച് എന്ന്. ഓക്കെ, ദെൻ select the Bezier curve tool from the toolbox and click on the select basic 5 size brush. നമ്മൾ Bezier curve tool ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. Bezier curve tool സെലക്ട് ചെയ്യുന്നു. ബ്രാഞ്ചിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന നിറം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ബ്രഷ് ബേസിക് 5 സൈസ് ബ്രഷ് ഉപയോഗിച്ചാണ് ആദ്യം ബ്രാഞ്ച് വരയ്ക്കുന്നത്. നെക്സ്റ്റ്, ഡ്രോ ദ ട്രീ ബ്രാഞ്ച്. സെലക്ട് കളർ ബ്രൗൺ. ഫിൽ ടൂൾ. Fill the tree branch. Modify it using light color and blending tools to get a natural effect. നമ്മൾ ബേസിയർ കർവ് ഉപയോഗിച്ച് ട്രീ ബ്രാഞ്ച് വരച്ചു. പിന്നെ അതിൽ കളർ ഫിൽ ചെയ്യുന്നു, ബ്രൗൺ കളർ. ഇഫ് നെസസറി നമ്മൾ കുറച്ച് ആഷ് കളറും വൈറ്റ് കളറും എല്ലാം അതിൽ ആഡ് ചെയ്ത് ബ്ലെൻഡിങ് ടൂൾ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ആ ബ്രാഞ്ചിന് ഒരു നാച്ചുറാലിറ്റി വരുത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് ടു ഡ്രോ ബോഡി, ഹെഡ്, ബീക്ക് ആൻഡ് ഐ ഓഫ് ദ ബേർഡ്. നമ്മൾ നെക്സ്റ്റ് ബേർഡിനെയാണ് വരയ്ക്കാൻ പോകുന്നത്. ബേർഡിൻ്റെ ബോഡി, ഹെഡ്, ബീക്ക്, ഐസ് എല്ലാം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരയ്ക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ലെയർ ആഡ് ചെയ്യണം. ആഡ് ന്യൂ ലെയേഴ്സ് ആസ് ബോഡി, head, beak and eye. Use the ellipse tool to draw the bird's body in oval shape and head as round shape. നമ്മൾ ബേർഡിൻ്റെ ബോഡിയും അതിൻ്റെ ഹെഡും വരയ്ക്കുന്നു എലിപ്സ് ടൂൾ ഉപയോഗിച്ചിട്ട്. Then give gradient color to the body and draw eyes. gradient color കൊടുക്കുന്നു ബോഡിക്ക്, ഹെഡിന് ബ്ലൂ കളർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളത് ഐസ് അതേ എലിപ്സ് ടൂൾ ഉപയോഗിച്ച് ഐസ് വരച്ച് ചേർക്കുന്നു. Then transform tool and Bezier curve tool to adjust the body shape and beak. Bezier curve tool ഉപയോഗിച്ച് അതിൻ്റെ ഷേപ്പ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷേപ്പിലേക്ക് ബേർഡിനെ മാറ്റുന്നു. ഒപ്പം അതിൻ്റെ ബീക്കും വരച്ച് ചേർക്കുന്നു. നെക്സ്റ്റ്, to draw wings and tail. ഇനി ബേർഡിൻ്റെ വിങ്സും ടെയിലും വരയ്ക്കാം. then create a new layer as wing. wing എന്ന പേരിൽ പുതിയ ലെയർ ഉണ്ടാക്കുന്നു. Bezier curve tool, draw the wing. Bezier curve tool ഉപയോഗിച്ച് വിങ്സ് കറക്റ്റ് ചെയ്യുന്നു. ന്യൂ ലെയർ ആസ് tail. ടെയിലിന് ഒരു ലെയർ ഉണ്ടാക്കുന്നു. then Bezier curve tool ഉപയോഗിച്ച് ടെയിൽ വരയ്ക്കുന്നു. ഡ്രോ ബേർഡ്സ് ടെയിൽ. നെക്സ്റ്റ്, നമ്മൾ വരച്ചതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒറ്റ ഗ്രൂപ്പാക്കി മാറ്റുന്നു. ടു ഗ്രൂപ്പ് ദ ലെയേഴ്സ്, പ്രസ് കൺട്രോൾ കീ ആൻഡ് സെലക്ട് ഓൾ ദ ലെയേഴ്സ്. റൈറ്റ് ക്ലിക്ക് ഗ്രൂപ്പ്. എല്ലാ ലെയറും സെലക്ട് ചെയ്തതിനു ശേഷം അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ആക്കുന്നു. Then to draw leaves using preset stamp brush. പുതിയ ലീവ്സ് അതിൽ ചേർക്കാനായി നമ്മൾ പ്രീസെറ്റ് സ്റ്റാമ്പ് ബ്രഷ് എങ്ങനെ യൂസ് ചെയ്യാം. പുതിയ ലീവ്സ് വരച്ച് ചേർക്കുന്നു. അതിനുശേഷം പ്രീസെറ്റ് സ്റ്റാമ്പ് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ അതിനെ സ്റ്റാമ്പ് ചെയ്തെടുക്കുന്നു. അതിനുവേണ്ടി ന്യൂ ലെയർ ലീവ്സ്, Bezier curve tool, then select color, draw a leaf. ഒരു ലീഫ് വരയ്ക്കുന്നു. hide all other layers except the leaf. Select the leaf. Edit brush settings. In the window, give name to the stamp and save it. അതിനുശേഷം
brush tool, click and drag. Clones of the leaves are seen. നമ്മൾ വരച്ച് ചേർത്ത ലീഫിൻ്റെ ഒരുപാട് ക്ലോൺസ് നമുക്ക് അവിടെ വരച്ച് ചേർക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് to draw legs of the bird. Create a layer, legs. Select the brush tool. Select the color and size of the brush. Draw the legs of the bird and place the bird on the branch. Okay, next ലാസ്റ്റ് സ്റ്റെപ്പായി നമ്മൾ ചെയ്യുന്നത് ക്രിയേറ്റിംഗ് ദ ബാക്ക്ഗ്രൗണ്ട്. ആ പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ട് വിത്ത് ഹിൽസ് ആൻഡ് സൺ ഒക്കെ. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ന്യൂ ലെയർ BG മീൻസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പ്ലേസ് ഇറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ഓൾ ലെയർ. എല്ലാ ലെയറിൻ്റെയും ബേർഡ് ലെയറിൻ്റെയും അതുപോലെ ബ്രാഞ്ച് ലെയറിൻ്റെയൊക്കെ താഴെ ആണ് നമ്മൾ ഈ പുതിയ ലെയർ ഉണ്ടാക്കുന്നത്. ബേസിക് കർവ് ടൂൾ, ഡ്രോ ഹിൽസ് വരയ്ക്കുന്നു. 3 ഹിൽസ് വരയ്ക്കുന്നുണ്ട്. വരച്ചതിന് ശേഷം ഫിൽ കളർ ഉപയോഗിച്ച് ഫിൽ ചെയ്യുന്നു. ദെൻ എലിപ്സ് ടൂൾ, വീണ്ടും നമ്മൾ എലിപ്സ് ടൂൾ എടുക്കുന്നു. എന്തിനാ? ടു ഡ്രോ ദ സൺ. അതിനുശേഷം സണ്ണിനെ വരച്ച് ചേർക്കുന്നു. ഫിൽ കളർ, അതിനുശേഷം കളർ ഫിൽ ചെയ്യുന്നു. ദെൻ അറേഞ്ച് ഓൾ ലെയേഴ്സ് പ്രോപ്പർലി. അതിനുശേഷം എല്ലാ ലെയറും നോക്കി സ്യൂട്ടബിളായ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്ത് ആ പിക്ചർ മനോഹരമാക്കുന്നു. എല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം സേവ് ആൻഡ് എക്സ്പോർട്ട് ദ ഫയൽ ഇൻ യുവർ ഫോൾഡർ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് സേവ് ചെയ്യാമെന്ന്. ഫയൽ സേവ് ആസ് ഉപയോഗിച്ച് സേവ് ചെയ്യുന്നു. അതുപോലെ ഒപ്പം ഫയലിൽ എക്സ്പോർട്ട് ആസ് ഉപയോഗിച്ച് PNG ആയി എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ.